പാലക്കാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടന വേദിയിലേക്ക് കോവിഡ് ബ്രിഗേഡുകളുടെ പ്രതിഷേധം. ആലത്തൂർ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പ്രസംഗിക്കവെയാണ് വേദിയിലേക്ക് PPE കിറ്റിട്ട് പ്രതിഷേധക്കാരെത്തിയത്. 450ഓളം പേരാണ് കോവിഡ് കാലത്ത് ജോലി ചെയ്തിരുന്നത്. എന്നാൽ സ്ഥിരപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകി തങ്ങളെ വഞ്ചിച്ചെന്നും പ്രതിഷേധക്കാർ പരാതിപ്പെട്ടു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? അമൃത, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഒരു പരിപാടിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ LDFന്റെ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയാണ്, അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടെയാണ് നിരവധി ആളുകൾ PPE കിറ്റുമായി പ്രതിഷേധിച്ചത്. കോവിഡ് ബ്രിഗേഡ് അംഗങ്ങളാണിവർ. ഈ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി ചെയ്തിരുന്നു. ആ സമയത്ത് ഇവർക്ക് സർക്കാർ ഉറപ്പ് നൽകിയതായി പറയുന്നത് ഇവരെ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ്. എന്നാൽ ഒരാളെ പോലും സ്ഥിരപ്പെടുത്തിയില്ല എന്നും നിരവധി തവണ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പിനും അപേക്ഷ നൽകിയിട്ടും സർക്കാർ ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇവരെ പിടിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പട്ടികജാതി വകുപ്പിന് കീഴിലാണ്. പട്ടികജാതി മന്ത്രി എന്ന നിലയ്ക്കാണ് കെ രാധാകൃഷ്ണൻ പങ്കെടുത്ത പരിപാടിയിലേക്ക് ഈ കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.